കാലത്തിൻ്റെ പരീക്ഷണങ്ങളാകുന്ന അമ്പുകളെ മനസ്സെന്ന പരിച കൊണ്ട് തടുത്തു തോൽപ്പിച്ച മൂവരുണ്ട് ഇങ്ങ് കണ്ണൂരിൽ. തങ്ങളുടെ ശരീരത്തെ ബാധിച്ച മുറിവുകൾ മനസ്സിനെ ഒട്ടും തന്നെ തളർത്തിയിട്ടില്ലെന്ന് ഇവരുടെ ജീവിതങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നു. ജീവിത വിജയത്തിന് ശാരീരിക ശേഷി ഒരു മാനദണ്ഡമല്ലെന്ന് തെളിയിക്കുകയാണ് കണ്ണൂരിലെ രാജേഷ്, സന്തോഷ്, ഷാജി എന്നിവർ. 8 വർഷം മുമ്പ് നടന്ന അപകടം രാജേഷിനെ വീൽചെയറിലെത്തിച്ചപ്പോൾ തളർന്നിരിക്കാനോ തകർന്നിരിക്കാനോ അദ്ദേഹത്തിന് ഒട്ടും ഉദ്ദേശമുണ്ടായിരുന്നില്ല. അച്ചാർ വിൽപ്പനയിലൂടെ ജീവിതത്തിൻ്റെ രുചി കൂട്ടുന്ന തിരക്കിലാണ് ഇന്നും അദ്ദേഹം. ആദ്യമേ അച്ചാറിൻ്റെ പേര് നല്ല രുചി എന്നുള്ള ഒരു പേരായിരുന്നു. പിന്നെ അതിൻ്റെ ലൈസൻസ് പോയതുകൊണ്ട് പിന്നെ അത് പുതിയതായിട്ട് എടുത്തപ്പം പുതിയ പേരിൽ രുചിക്കൂട്ടുന്നത്. ഇപ്പോൾ രുചിക്കൂട്ടുന്നുള്ള അച്ചാറിൽ വരുന്നത് 6 വർഷത്തോളമായി. അച്ചാർ ഉണ്ടാക്കുന്നതിനും സഹായിക്കുന്നതിനും വേറെ ആളുണ്ട്, ഒരു ചേച്ചി വരുന്നുണ്ട് പണിക്ക് വേണ്ടി. അല്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. നിറയ്ക്കാനും കൂടും, പിന്നെ അച്ചാറിന് ആവശ്യമുള്ള സാധനങ്ങൾ കട്ട് ചെയ്യുന്നതൊക്കെ ഞാനാണ്. പിന്നെ നിറയ്ക്കുന്നത്, സ്റ്റിക്കർ ഒട്ടിക്കുന്നത്, ഇതൊക്കെ ആണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. ഞാൻ ബിൽഡിങ്ങിന് പെയിൻറ്റിങ്ങിന് പണിയായിരുന്നു, പെയിൻറ്ററായിരുന്നു. പെയിൻറ്റിങ്ങിന് പണി കഴിഞ്ഞ് വരുമ്പോൾ ഓട്ടോറിക്ഷ പറഞ്ഞിട്ട് ആക്സിഡൻ്റ് ആയതാണ്. നമുക്ക് വലിയ സമ്പാദിക്കാനും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ ഇതിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. എല്ലാവരും നല്ല സഹകരണമാണ്. പലരും നമുക്ക് സഹായിക്കുന്നുണ്ട്. ഒരു പറഞ്ഞ ഇന്ന സ്ഥലത്ത് ഒരാൾ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്, നല്ലതാ, അങ്ങനെ ആൾക്കാരെല്ലാം നമുക്ക് വേണ്ടി സഹായം ചെയ്തു തരുന്നുണ്ട്. മെയിനായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന നമ്മുടെ അടുത്തുള്ള ടൗണുകളിൽ 10-25 ഷോപ്പുകളുണ്ട്. അവിടെയാണ് നമ്മുടെ അച്ചാർ സ്ഥിരമായിട്ട് കൊടുക്കുന്നത്. നമ്മുടെ അച്ചാർ കൊടുക്കുന്ന കളയിൽ നമ്മുടെ അച്ചാറുകൾ മാത്രമാണ് കൂടുതൽ അവർ എടുക്കുന്നത്. നമ്മുടെ ഈ അവസ്ഥയും കൂടെ പരിഗണിച്ച് അവർ സ്ഥിരമായിട്ട് അച്ചാർ നമ്മുടെ തന്നെ എടുക്കുന്നത്. വേറെ കമ്പനിക്കാരുടെ അച്ചാർ അവരങ്ങനെ എടുക്കലില്ല. അതുകൊണ്ട് പിന്നെ കൂടുതലായിട്ട് കൊടുക്കും. സപ്ലൈ പുറത്ത് വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാർ അച്ചാറിന് ഓർഡർ വരും. അവർക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കി കൊടുക്കും. മീൻ അച്ചാർ, ബീഫ്, അത് പിന്നെ ചമ്മന്തിപ്പൊടി, അവലോസ് പൊടി, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ അടുത്തുള്ള അച്ചാർ വേറെ ഐറ്റംസ് അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് അതും കൊടുത്തു കൊടുക്കും. അങ്ങനെയാണ് കൂടുതലായിട്ട് നമ്മുടെ അച്ചാർ വിപണനം ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സമരറ്റ് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള അവരുടെ അച്ഛൻ്റെ കെയർഓഫിൽ അവിടുത്തെ ആൾക്കാർ നമുക്ക് അച്ചാർ വിപണനം ചെയ്യാനുള്ള വളരെ സഹായകരമായ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. സ്കൂളുകളിൽ NSS യൂണിറ്റിൻ്റെ അവരുമായിട്ട് സംസാരിച്ച് അവരെ സ്റ്റാൾ പോലെ ഇട്ടിട്ട് അവിടുന്ന് നമ്മുടെ അച്ചാർ വിപണനം ചെയ്യുന്നുണ്ട്. പിന്നെ പള്ളി പെരുന്നാളുകൾ അങ്ങനെയുള്ള സ്ഥലം, പിന്നെ വേറെ എന്തെങ്കിലും പ്രോഗ്രാം എല്ലാം നടക്കുന്ന സ്ഥലങ്ങളിൽ സ്റ്റാൾ അവിടെ വെച്ചിട്ട് അവരുടെ ആൾക്കാർ എന്നിട്ട് നമ്മുടെ അച്ചാർ എടുത്ത് വിപണനം ചെയ്ത് നമ്മളെ ആ രീതിയിൽ സഹായിക്കുന്നുണ്ട്. ചക്ര കസേരയിലെ അച്ചാർ വിൽപ്പന വർഷങ്ങൾ പിന്നിടുമ്പോൾ നാനാഭാഗത്തു നിന്നും രാജേഷിനെ തേടിയെത്തുന്നത് നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ്. അച്ചാറിൻ്റെ രുചി തേടിയെത്തുന്ന നിരവധി സ്ഥിരം ഉപഭോക്താക്കൾ ഇദ്ദേഹത്തിനുണ്ട്. ഞാനിവിടെ ഈ അച്ചാർ ഇവിടെ വന്ന് സ്ഥിരം വാങ്ങാറുള്ളതാണ്. കാരണം ഇത് ഇവരുടെ ഒരു സംരംഭമായതുകൊണ്ടും ഇദ്ദേഹത്തിന് ഇങ്ങനെ വയ്യാതെ ഉള്ളത് കൊണ്ടും വേറെ സാഹചര്യം ഉണ്ടെങ്കിലും ഞാനിവിടെ തന്നെ വന്നാണ് വാങ്ങാറ്. കാരണം ഇവർക്കൊരു സഹായമായി തീരും. മാർക്കറ്റിങ്ങിനും മറ്റു ആവശ്യങ്ങൾക്കും ഓടിയെത്താൻ സാധിക്കുന്നില്ലെങ്കിലും രാജേഷ് തന്നെയാണ് എല്ലാത്തിനും മേൽനോട്ടം. സാഹചര്യങ്ങളാണ് മനുഷ്യരെ കരുത്തരാക്കുന്നത്. പരിപൂർണ ആരോഗ്യത്തിൽ നിന്ന് ഒരു നാൾ ചക്ര കസേരയിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് രാജേഷ് കരുതിയിട്ടുണ്ടാകില്ല. പക്ഷേ ആ യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ കരുത്തിനെ തളർത്തിയിട്ടുമില്ല. കാലം തനിക്കായി കരുതി വെച്ച വിധിയിൽ പഴിചാരാതെ ജീവിതചക്രത്തിനൊപ്പം ഓടാൻ സന്തോഷ് തിരഞ്ഞെടുത്ത വഴിയാണ് തേനീച്ച കൃഷി. വീടിനു ചുറ്റും ചെറുതേനും വൻതേനും ഉൽപ്പാദിപ്പിച്ച് വിപണി കണ്ടെത്തുകയാണ് സന്തോഷ്. നമുക്കൊരു 5-6 വർഷം മുന്നേ, ഒരു 6 വർഷം മുന്നേ, അതായത് 2018 ജൂൺ 26-നാണ് ഒരു ആക്സിഡൻറ്റ് പറ്റിയത്. ലൈൻ മുകളിൽ കൂടെ മരം കിടന്ന് അത് മുറിക്കാൻ വേണ്ടിയിട്ട് എന്നെ KSVക്കാർ വിളിച്ചിട്ട് ഞാൻ പോയതാണ്. പോയ സമയത്താണ് പൊക്കത്ത് കയറി മരം മുറിച്ച് വീട് രക്ഷിക്കാൻ വേണ്ടി പോയതാണ്. മരത്തിൻ്റെ പൊക്കത്തിൽ നിന്ന് മരം മുറിച്ച് തീരാറായ സമയത്ത് പൊക്കത്തിൽ നിന്ന് താഴെ പോയി സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയി. ഏതാണ്ട് 1 വർഷക്കാലം ആശുപത്രി കിടന്ന് തിരിച്ചു വന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് ചെയ്തൊരു പണിയാണ് തേനീച്ച കൃഷി.
മറ്റുള്ളവരുടെ അടുത്ത് കൈ നീട്ടാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. അപ്പം അങ്ങനെ ചിന്തിച്ച സമയത്താണ് യൂട്യൂബിലൂടെ കണ്ട് തേനീച്ച കൃഷിയെക്കുള്ള കൂടുതൽ പഠിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രചോദനം വന്നത്. ആർക്ക് വേണേലും ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ് തേനീച്ച കൃഷി. ഏത് കൊച്ചു പിള്ളേർക്ക് വേണേലും, ഒരു 10 വയസ്സിന് മുകളിലോട്ടുള്ള കൊച്ചിൽ ഏത് പേർക്കും കൃഷി ചെയ്യാവുന്ന പണിയാണ്. നമ്മൾക്ക് മുതൽ മുടക്കെന്ന് പറഞ്ഞാൽ നിലവിൽ ഒരു പെട്ടിക്ക് പിന്നെ ഈ ഒരു പെട്ടിക്ക് ഒരു പെട്ടി ഇത് നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 500 രൂപ അടുത്ത് മുടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദെൻ തേനീച്ചേനെ മേടിക്കണം. തേനീച്ചയ്ക്ക് ഏതാണ്ട് ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തേനീച്ച കിട്ടും. ഒരു 1000 രൂപ മുടക്കിയാൽ ഒരു പെട്ടി ഒരു പ്രാവശ്യം മേടിക്കാം. 1000 രൂപ മുടക്കി തേനീച്ച മേടിക്കുക നമുക്ക് ഈ പണി അറിയാമെങ്കിൽ, കാലാവസ്ഥ അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഒരു പെട്ടിയെന്ന് 5 കിലോ തേൻ കിട്ടിയാൽ മതി. ഒരു വർഷത്തെ മുടക്കം മുതൽ വരും. 6 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അപകടവും 1 വർഷം നീണ്ട ആശുപത്രിവാസവും സന്തോഷിനെ ചക്ര കസേരയിലാണ് എത്തിച്ചത്. എന്നാൽ മുൻപുള്ളതുപോലെ തന്നെ അതിനേക്കാൾ മീതെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചുറുചുറുക്ക്. വീണ് കഴിഞ്ഞ സമയത്ത് നമുക്ക് പിന്നെ യാത്രാ സൗകര്യം ഒരു ഭയങ്കര അനുഗ്രഹമാണ്. കാരണം വീടിൻ്റെ അവിടെ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടിയുള്ളത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി വേണം. ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുമോ. സഞ്ചാര സ്വാതന്ത്ര്യമാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ചെറിയ സാമ്പത്തിക സഹായം ശരിക്കും പറഞ്ഞാൽ KSB തന്നിരുന്നു കേട്ടോ. ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ പേര് നമ്മളെ മുറിക്കാൻ വേണ്ടി വിളിച്ചാലും ആ ഒരു പൈസയും കൂടിയിട്ടാണ് നമ്മളൊരു വണ്ടി മേടിച്ചത്. എന്നെ കൊണ്ടൊന്നും ആകുകയില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്നവരില്ല. നമ്മൾ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പേര് പോലെ തന്നെ സന്തോഷം പരത്തുന്ന ഇദ്ദേഹത്തെ അപകടം ഒട്ടും തളർത്തിയിട്ടില്ലെന്നാണ് മുഖം വ്യക്തമാക്കുന്നത്. കയ്യിലുള്ള ആത്മവിശ്വാസത്തെയും ആഗ്രഹത്തെയും കൂട്ടുപിടിച്ച് ജീവിതത്തെ ഓടിത്തോൽപ്പിക്കുകയാണ് ഇദ്ദേഹം. പയ്യാവൂരിൻ്റെ മധ്യഭാഗത്ത് പ്രകൃതിയാൽ ചുറ്റപ്പെട്ട ഒരു ലോകമുണ്ട്. ഷാജിയേട്ടൻ്റെ മാതാ നഴ്സറി. 6-ാം വയസ്സിൽ പോളിയോ ബാധിച്ച് കാലിൻ്റെ ചലനശേഷി നഷ്ടമാകുമ്പോൾ അത്ര നിറമുള്ളതായിരുന്നില്ല ഷാജിയുടെ ബാല്യം. എന്നാൽ ഇന്ന് 3 ഇടങ്ങളിലായി പ്ലാന്റ് നഴ്സറി നടത്തി ജീവിതത്തിൻ്റെ ശോഭ തിരികെ പിടിച്ചിരിക്കുകയാണ് അദ്ദേഹം. പാരമ്പര്യമായിട്ട് കൃഷിക്കാരായതിൻ്റെ പേരിൽ ഞങ്ങൾ കൃഷിയിലേക്ക് തന്നെ ഇറങ്ങി. ഇവരെ പഠിക്കാൻ പോകാൻ പറ്റാത്ത സ്ഥിതിയായപ്പം കൃഷിയിലേക്ക് ഇറങ്ങി. അങ്ങനെ കൃഷിയിൽ നിന്നും വല്ല നേഴ്സറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. കൃഷി ഒരു മോശമില്ലാത്തതില്ലാന്ന് എനിക്ക് തോന്നി. എന്ത് ചെയ്യാൻ മടി കൂടാതെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അതിൽ നിന്ന് വിജയിക്കാൻ കഴിയും. അങ്ങനെയാണ് ഞങ്ങളൊരു മാതാ നഴ്സറി സ്ഥാപനം ഇവിടെ തുടങ്ങിയത്. 3 സ്ഥലത്തായിട്ടാണ് ഉള്ളത്. ഇപ്പം ഇവിടെയുണ്ട്. അപ്പോൾ വെച്ചാൽ ഞങ്ങൾ കൃഷിക്കാർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കാനും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു. എല്ലാ പരവശ തൈകൾ, അലങ്കാര ചെടികൾ, മത്സ്യം, പക്ഷി എല്ലാ കൂട്ടമായിട്ട് ഞങ്ങൾ മൊത്തത്തിൽ കൊടുക്കുന്നത്. ഒരു കൂട്ടം തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ഇതുണ്ടാവും. എന്തുണ്ടാവും, ചില കൃഷി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം തന്നെ കൃഷി ലാഭകരമാക്കാൻ പറ്റില്ല. മിക്സഡ് ആയ കൃഷി ചെയ്താൽ മാത്രമേ കൃഷി ലാഭകരമാക്കാൻ പറ്റുള്ളൂ. അപ്പം ഒന്നല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ലാഭം കിട്ടും, കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യത്തോടെയാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. വൈഫ്, മോനെ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചാണ് നടത്തുന്നത്. 4-5 സ്റ്റാഫാണ് അവസരമായിട്ട്. അവരെല്ലാം നോക്കി ഞങ്ങളെല്ലാം ഒന്നിച്ച് തന്നെയാണ്. ഞങ്ങളായിട്ട് മാറിയിരിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അവരുടെ കൂടെ തന്നെ ഒത്തൊരുമയോടെ കൂടിയാണ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ മുരളയാണെന്ന് ഇരുന്നാലൊന്നും പണിയെടുക്കത്തില്ല. കോട്ടയത്തു നിന്നും കുടിയേറി വന്ന ഇവർ പാരമ്പര്യമായി കർഷകരായതിനാലാണ് നഴ്സറി എന്ന ആശയത്തിലെത്തിച്ചേർന്നത്. ജീവിത സാഹചര്യങ്ങൾ പഴിച്ചിരിക്കുന്നവർക്ക് ജീവിതത്തിൽ വിജയം സാധ്യമല്ല. ഏതവസ്ഥയിലും ആത്മവിശ്വാസത്തെ കൈവിടാതെ ജോലിയെടുക്കാൻ ഒരു മനുഷ്യൻ ദൃഢനിശ്ചയമെടുക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുന്നത്. വളരെ ആത്മവിശ്വാസത്തോടെ, തെല്ലും ആശങ്കയില്ലാതെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഈ മൂവർക്കിടയിൽ ഒരുപോലെ മുഴങ്ങുന്ന വാക്കാണ് സമരിറ്റൻ. അത് വെറുമൊരു വാക്കല്ല, ഇത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് അത്താണിയാകുന്ന പിടിവള്ളിയാണ്.
കണ്ണൂരിലെ മലയോര മേഖലയിലെ അശരണർക്കും ഭിന്നശേഷിക്കാർക്കും താങ്ങും തണലുമാണ് ചെങ്ങളായിലെ ഈ സമരറ്റിൻ. പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ട ഒട്ടേറെ ജീവനുകൾക്കാണ് ഇവർ പുതുജീവിതം പ്രദാനിക്കുന്നത്. വർഷങ്ങളായിട്ട് ശേഷിക്കാരായിട്ടുള്ള ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആനിമേഷൻ പ്രോഗ്രാംസ് നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ ആനിമേറ്റ് ചെയ്ത് അവർക്ക് സ്വയം തൊഴിലിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. വിവിധങ്ങളായിട്ടുള്ള വസ്തുക്കൾ, അതായത് മനുഷ്യന് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നിർമ്മിക്കുകയും അത് വിപണനം ചെയ്യുകയും അതുവഴി അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുവഴി പ്രധാനമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിൽ രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ചെമ്പേരി കേന്ദ്രീകരിച്ച് അദ്ദേഹം അച്ചാറുകൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. തേൻ നിർമ്മിക്കുന്ന സന്തോഷ് പരിമിതികൾക്കിടയിലും അതുപോലെ വീൽ ചെയറിൽ നടന്നുകൊണ്ട് അദ്ദേഹം തേനീച്ച വളർത്തി തേൻ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ മാതാ നഴ്സറി ഉണ്ട്, ഷാജി ചേട്ടനൊക്കെ നടത്തുന്ന. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഉപജീവനത്തിനുള്ള വക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയുമാണ് പ്രധാനമായിട്ടും സമരറ്റൻ ചെയ്തു വരുന്നത്. ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന ഇംഗ്ലീഷ് പഴമൊഴി പോൽ മധുരമാണ് ഇവരുടെ ജീവിതം. ജീവിതത്തിലെ അപ്രതീക്ഷിത സംഭവങ്ങളിൽ നിരാശകളും ആശങ്കകളും ഒരു മനുഷ്യനെ തളർത്താം. എന്നാൽ തളർച്ചയിൽ നിന്നും എഴുന്നേറ്റ് വരുന്നവരാണ് ജീവിതത്തിൽ വിജയക്കൊടി നാട്ടിയിട്ടുള്ളത്. ഈ മൂവർക്ക് പിന്നിലെ വിജയത്തിനും അതുതന്നെയാണ് ഉത്തരം.